ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കുറച്ച് അവിലാണ്. ഞാനിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. 1 കപ്പ് അവിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിൽ നല്ല പോലെ തന്നെ കുതിർത്തിയെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അവിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണോ അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആ കുതിർത്തെടുത്ത അവിൽ മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ അവിലെടുത്ത ആ ഒരു പാത്രത്തിന് 1/2 കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ തേങ്ങാ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ആദ്യം അരച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയും അവിൽ നല്ല പോലെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കുക. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, ഇളം ചൂടുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ വെള്ളം വേണ്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ, ഒട്ടും കട്ടകളും തരികളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ നല്ല പോലെ അരഞ്ഞെടുത്ത ശേഷം വേണം ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അഥവാ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. തലേ ദിവസം രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ചുട്ടെടുക്കുക എളുപ്പമാണ് കേട്ടോ. ഞാനിവിടെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ അരച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇട്ട് ഇളക്കരുത് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്തത് കൊണ്ട് ഇനി ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പതയോടെ തന്നെ നമുക്ക് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഈ ഒരു പരുവമാണ് കേട്ടോ നമുക്ക് മാവായി കിട്ടേണ്ടത്. ഇനി ഇത് ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പതയോടെ ചുട്ടെടുത്താലാണ് നന്നായിട്ട് ആ ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആ പാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ വെക്കുക. നല്ല പോലെയൊക്കെ കുമിള വന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ആപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആപ്പം ചുട്ടെടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് നമ്മുടെ ആപ്പം ഇവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ആ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു അവലിൻ്റെയും ഒരു തേങ്ങയുടെയൊക്കെ ഒരു മണം, നല്ലൊരു മണമാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.